ആടാ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ ചാപ്റ്ററിൻ്റെ എൻഡ് സെക്ഷനാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും. റിലേറ്റീവ് വെലോസിറ്റി. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ നേരത്തെ പഠിച്ചെന്തൊക്കെയാണ്? ഒരു കാറ് മൂവ് ചെയ്യുന്നു വിത്ത് 3 മീറ്റർ പെർ സെക്കൻഡ്, ഒരു ബസ് മൂവ് ചെയ്യണു എന്നൊക്കെ പറയുന്നത് ഒബ്സർവ് ചെയ്യുന്ന ആള് ഗ്രൗണ്ടിൽ, ഭൂമിയിൽ റെസ്റ്റിലാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഓക്കെ, ബോഡി ഓൺലി ഈസ് അണ്ടർ മോഷൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് കാർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്നാണ്. കാര്യം ഇവിടെ ഗ്രൗണ്ട് മൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ചൊരു ബസ്സിൻ്റെ പിറകെ ഒരു ജീപ്പ് പോവുകയാണ്. അപ്പോൾ ബസ് പോകുമ്പോൾ ആ ബസ്സിൻ്റെ വേഗത നിലത്ത് നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്ന വേഗതയല്ല, ബസ്സിൻ്റെ വേഗത ജീപ്പിൻ്റെ ഡ്രൈവർക്ക് തോന്നുന്നത്. ബസ്സിൻ്റെ പിറകെ ജീപ്പ് പോകുമ്പോൾ ജീപ്പിൻ്റെ ഡ്രൈവർക്ക് ബസ്സിൻ്റെ വേഗത തോന്നുന്ന വേഗതയല്ല നിലത്ത് നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള വേഗതകളുണ്ട്. ബസ്സിന് ഉള്ള വേഗത വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഉണ്ട്, ജീപ്പിനുള്ള വേഗത വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഉണ്ട്, ബസ്സിൻ്റെ വേഗത വിത്ത് റെസ്പെക്ട് ടു ജീപ്പ് ഉണ്ട്, ജീപ്പിൻ്റെ വേഗത വിത്ത് റെസ്പെക്ട് ടു ബസ് ഉണ്ട്. അപ്പോൾ വേഗത ശരിക്കും പറയുമ്പോൾ, അല്ലെങ്കിൽ വെലോസിറ്റി പറയുമ്പോൾ ശരിക്കും ഒബ്സർവർ ആരാണ് എന്നും കൂടെ പറയുമ്പോഴാണ് അത് കൃത്യമാവുക. ഇപ്പോൾ തൽക്കാലം നമുക്ക് ജനറലി പറയാം, എയും ബിയും മോഷനിലാണ്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റും മോഷനിലാണ്, ഒബ്സർവറും മോഷനിലാണ്. അപ്പോഴാണ് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പോൾ അത് നോട്ടിൽ എഴുതണം. റിലേറ്റീവ് വെലോസിറ്റി എന്ന് സൈഡിനിങ് എഴുതണം, അതിൻ്റെ ചോട്ടിൽ എഴുതണം. ദ ടേം റിലേറ്റീവ് വെലോസിറ്റി ഹാസ് സിഗ്നിഫിക്കൻസ് വെൻ ബോത്ത് ഒബ്ജക്റ്റ് ആൻഡ് ഒബ്സർവർ ആർ അണ്ടർ മോഷൻ. റിലേറ്റീവ് വെലോസിറ്റി എന്ന കാര്യത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത് വസ്തുവും ഒബ്സർവറും രണ്ടാളും മൂവ് ചെയ്യുമ്പോഴാണ്. ഇവിടെ നമ്മൾ രണ്ടാളും മൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്നാണ് പറയാം. ഇതെങ്ങനെ പറയാം? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. എ അപേക്ഷിച്ച് ബിയുടെ വെലോസിറ്റി. തിരിച്ചു പറഞ്ഞാലോ, ഇതിൻ്റെ അർത്ഥം എന്താ? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ്. എന്നുവെച്ചാൽ എയുടെ വെലോസിറ്റി ബിയെ സംബന്ധിച്ച്, നേരത്തെ എന്താ? ബിയുടെ വെലോസിറ്റി എയെ സംബന്ധിച്ച്. ഇനി ഇതെങ്ങനെ കിട്ടും? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കുറിച്ചാണ് പഠിക്കണേ, ഒറ്റ ലൈനിൽ മൂവ് ചെയ്യുന്ന കാര്യമാണ് പഠിക്കണേ. അപ്പോൾ ഈ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഞാനൊരു കഥ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായ് ഫെസ്റ്റ് നടക്കുകയാണെന്ന് വിചാരിക്കുക. ദുബായ് ഫെസ്റ്റ് നിങ്ങൾക്കറിയാം, ലോകത്തെ വലിയ വലിയ പൈസക്കാരൊക്കെ പോയി അടിച്ചു പൊളിക്കണ പരിപാടിയാണ് ദുബായ് ഫെസ്റ്റ്. നമ്മളെ മലയാളത്തിലൊരു നടൻ കല്യാണമൊക്കെ കഴിച്ച പാടുള്ള നടനാണ്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? ദുൽഖറോ, ടൊവിനോയോ, നമ്മുടെ ഫാസിലിൻ്റെ മോനോ, ഫഹദ് ഫാസിലോ, ആരാച്ചായിക്കോട്ടെ, ആളാൾ ഭാര്യനെയും കൂട്ടി ദുബായ് ഫെസ്റ്റിന് പോയി. ഓക്കെ, മരുഭൂമിയാണ്. ഇതാണ് ആ മരുഭൂമിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ റോഡ്. ഓക്കെ, നമ്മുടെ ഹീറോ ഒരു കാറിൽ ഭാര്യനെയും കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് പോകുന്നുണ്ട്.
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകിൽ കുറച്ച് ചെക്കന്മാർ, വണ്ടിക്കാർ, ഒരു ജിപ്സിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വലിയ ജിപ്സി അല്ല, മറ്റേ അവിടെയുള്ള എന്താണ് ഭയങ്കര മരുഭൂമിയിലെ കൂട്ടുന്ന ഭയങ്കര പുള്ളിങ്ങൊക്കെ ഉള്ള വണ്ടി ഉണ്ടല്ലോ, എനിക്കറിഞ്ഞൂടെ പേര്, നിങ്ങൾക്കാണ് വണ്ടീൻ്റെ പേരൊക്കെ അറിയാം. അതൊക്കെ എടുത്ത് വന്ന് ക്രോസ് ഇട്ട് തോക്കൊക്കെ കാണിച്ച്, മെയിൻ ആക്ടറാണ് നമ്മളുടെ, പക്ഷെ അയാൾ റിയൽ ലൈഫിൽ സീറോ ആയിപ്പോവും. ഭാര്യയും ഭർത്താവും ആകെ പേടിച്ച് വരച്ച് ഭാര്യൻ്റെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ തട്ടിയെടുത്ത് ദുബായ് ഫെസ്റ്റ് എന്നിവർ വലിയ ഡയമണ്ട് നെക്ലേസ് ഒക്കെ വാങ്ങിയിട്ട് വരിക വിചാരിക്കുക. എന്നിട്ട് ആ ഗ്യാങ്, ബാഡ് ബോയ് ഗ്യാങ് എന്ന് വിളിക്കാം നമുക്ക്, ഗ്യാങ്, ആ ഗ്യാങ് അവരുടെ വണ്ടിയിൽ ഈ സാധനം അടിച്ചുകൊണ്ട് പോവാണ്. ഇതാണ് വെലോസിറ്റി ഓഫ് ബാഡ് ബോയ്. ഒരു ബാഡ് ബോയ് ഗ്യാങ് ആണ്, അതിങ്ങനെ പോവാണ്. നമ്മുടെ നടൻ പടപടപടപട ആ പേടിച്ച് വരച്ചിരിക്കുകയാണ്. അപ്പോഴാണ് റിയൽ ലൈഫിലെ ഹീറോ പുറത്ത് വരിക. ഈ സിറ്റുവേഷനിൽ റിയൽ ലൈഫിലെ ഹീറോ പുറത്ത് വരും. ആരാ? പോലീസ്മാൻ. റിയൽ ലൈഫിലെ ഹീറോയും ഫിലിമിലെ ഹീറോയും രണ്ടും രണ്ടാണ്. ഫിലിമിലെ ഹീറോസ് പലരും സീറോസാണ്. റിയൽ ലൈഫിലെ ഹീറോസ് ഒരുപാടുണ്ട്. പോലീസ്, നഴ്സസ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ടീച്ചേഴ്സ്, ഇവരൊക്കെ റിയൽ ലൈഫിലെ ഹീറോസാണ്. ഓക്കെ, പോലീസ്മാൻ വന്നു. പോലീസ്മാനോട് ഇയാൾ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഇതൊക്കെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പോലീസ്മാൻ ഒരു ബൈക്കിലാണെന്ന് വിചാരിക്കുക, ഹാർലി ഡേവിസ് പോലത്തെ ഒരു ബൈക്കിലാണ്. ആ പോലീസ്മാൻ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ പിറകോട്ട് പോയി ഈ കേസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും, ഞാൻ അവന്മാരെ പോയി പിടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സീറോ ആയ ഹീറോ വണ്ടി തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതാണ് വെലോസിറ്റി ഓഫ് സീറോ. ഓക്കെ, വേണ്ട സിനിമയിലെ ഹീറോ. ഇതാണ് നമ്മുടെ ബൈക്കിൽ പോകുന്ന പോലീസുകാരൻ. ഈ ബൈക്കിൽ ഈ പോലീസുകാരൻ ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് ദ പോലീസ്മാൻ. അപ്പം 3 സിറ്റുവേഷൻസ് ഉണ്ട്. ബാഡ് ബോയ് ഗ്യാങ് ഈസ് മൂവിങ്, അതിൻ്റെ പിറകിൽ ചേസ് ചെയ്തുകൊണ്ട് പോലീസ്മാൻ ഉണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ മിസ്റ്റർ സീറോ, ഫിലിം ആക്ടർ മിസ്റ്റർ സീറോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ റോഡ് സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വെലോസിറ്റി ഓഫ് ബി, ബാഡ് ബോയ് എന്ന് പറഞ്ഞാൽ അത് ഇയാൾ കണ്ടുപിടിച്ച വെലോസിറ്റിയാണ്. വെലോസിറ്റി ഓഫ് ബാഡ് ബോയ് എന്ന് പറയുന്നത് സത്യത്തിൽ വെലോസിറ്റി ഓഫ് ദ ബാഡ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. വെലോസിറ്റി ഓഫ് പോലീസ്മാൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പോലീസ്മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. വെലോസിറ്റി ഓഫ് സീറോ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്, PZ എന്ന് പറയുന്നത്. ഇതൊക്കെ ഗ്രൗണ്ട് പറയുന്ന വെലോസിറ്റിയാണ്. ഇനി ഞാൻ ഇതിന് വാല്യൂസ് കൊടുക്കാം. ഇനി വാല്യൂസ് കൊടുത്താൽ ഇയാൾ മൂവ് ചെയ്യുന്നത് സപ്പോസ് 20 മീറ്റർ പെർ സെക്കൻഡാന്ന് വിചാരിക്കാം. ഇയാൾ മൂവ് ചെയ്യുന്നത് 30 മീറ്റർ പെർ സെക്കൻഡാന്ന് വിചാരിക്കാം. ഇയാൾ മൂവ് ചെയ്യുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്താണ് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ മീനിങ്. പല ആൾക്കാരുടെ വെലോസിറ്റിയെ കുറിച്ച് ആലോചിക്കാം. വാട്ട് ഈസ് ദി വെലോസിറ്റി ഓഫ് ബാഡ് ബോയ് വിത്ത് റെസ്പെക്ട് ടു പോലീസ്മാൻ? എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി ഓഫ് ബാഡ് ബോയ് വിത്ത് റെസ്പെക്ട് ടു പോലീസ്മാൻ. എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് സമയത്തുണ്ടാവുന്ന അകലത്തിലെ മാറ്റം അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതല്ലേ വെലോസിറ്റി. അപ്പോൾ ഒരു സെക്കൻഡിൽ ബാഡ് ബോയ് 20 മുന്നോട്ട് പോകുമ്പോൾ ഒരു സെക്കൻഡിൽ പോലീസ്മാൻ 30 മുന്നോട്ട് പോകും. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള അകലം ഇനി പറയും കുറഞ്ഞ് വരും. എത്ര വെച്ച് കുറഞ്ഞ് വരും?
10 വെച്ച് ഓരോ സെക്കൻഡ് ഇതുവരെ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരും. കറക്റ്റ് അല്ലേ? ഇവർ തമ്മിൽ ഇപ്പോൾ 30 മീറ്റർ നീളം എന്ന് വിചാരിക്കുക. ഇവർ തമ്മിൽ ഇപ്പോൾ ഉള്ള ദൂരം 30 മീറ്റർ ആണെങ്കിൽ 3 സെക്കൻഡ് കൊണ്ട് അയാളെ പിടിക്കും. കാര്യം ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഇവർ തമ്മിലുള്ള വ്യത്യാസം 10 മീറ്റർ വെച്ച് കുറഞ്ഞു വരും. കറക്റ്റ് അല്ലേ? ഇയാൾ ഒരു സെക്കൻഡിൽ 30 കവർ ചെയ്യുമ്പോൾ മറ്റവൻ ഒരു സെക്കൻഡിൽ 20 കവർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള അകലം ഒരു സെക്കൻഡിൽ 10 മീറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ ഇവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റികളുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ദാറ്റ് വിൽ ബി വെലോസിറ്റി ഓഫ് ദ പോലീസ്മാൻ മൈനസ് വെലോസിറ്റി ഓഫ് ദി ബാഡ് ബോയ്. തിരിച്ചും പറയാം, ഓർ വെലോസിറ്റി ഓഫ് ദ ബാഡ് ബോയ് മൈനസ് വെലോസിറ്റി ഓഫ് ദി പോലീസ്മാൻ. അങ്ങനെ പറയുമ്പോൾ ഉള്ള മെച്ചം എന്ന് വെച്ചാൽ നെഗറ്റീവ് ആകിട്ട്. ആ നെഗറ്റീവിന്റെ അർത്ഥം തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. സോ അപ്പം മൂവ് ചെയ്യുന്ന ബോഡികൾ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ട് വെലോസിറ്റികളുടെ ഡിഫറൻസ് ആണ്. അസലായിട്ട് കേൾക്കുക. രണ്ടു പേരും മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡിഫറൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബാഡ് ബോയ് വിത്ത് റെസ്പെക്ട് ടു 0? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബാഡ് ബോയ് വിത്ത് റെസ്പെക്ട് ടു 0? എന്താ അതിൻ്റെ അർത്ഥം? ഇയാള് വലത്തോട്ട് 20 മീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും, ഇയാൾ ഇടത്തോട്ട് 10 മീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര കൂടും? 50 മീറ്റർ കൂടും. ഇപ്പോൾ ഉള്ള എത്രയാണോ അതിൻ്റെ 50 മീറ്റർ ഒരു സെക്കൻഡ് കൂടും. കാര്യം ഒരു സെക്കൻഡിൽ ബാഡ് ബോയ് 20 മീറ്റർ വലത്തോട്ട് പോകുമ്പോൾ ഒരു സെക്കൻഡിൽ നമ്മുടെ 0 10 മീറ്റർ, 50 അല്ല, സോറി 20 10 അല്ലേ. അപ്പോൾ ബാഡ് ബോയ് ഗ്യാങ് 20 മീറ്റർ ഒരു സെക്കൻഡിൽ വലത്തോട്ട് പോകുമ്പോൾ നമ്മുടെ 0യുടെ വെലോസിറ്റി അല്ലെങ്കിൽ 0 ഒരു സെക്കൻഡിൽ 10 മീറ്റർ അടുത്തോട്ട് പോകും. അപ്പോൾ ഒരു തമ്മിലുള്ള ദൂരം എത്ര വെച്ച് കൂടും? ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ 30 വെച്ച് കൂടും. 30 എന്ന് പറഞ്ഞാൽ എന്താ? 20 + 10. അപ്പൊ എങ്ങനെ എഴുതാം? വെലോസിറ്റി ഓഫ് ദ ബാഡ് ബോയ് പ്ലസ് വെലോസിറ്റി ഓഫ് 0. അപ്പൊ എന്താ നമ്മൾ എഴുതുക? ഇഫ് ഒബ്ജക്ട്സ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദി ഡിഫറൻസ് ഓഫ് ദിയർ വെലോസിറ്റി. If the objects are moving in the opposite direction, relative velocity is the sum of their velocities. ഇനി നിങ്ങൾ എന്നെ പറയും, what will be the velocity of the policeman with respect to whom? What is the velocity of the policeman with respect to 0? Policeman 0 മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ വെലോസിറ്റി ഓഫ് പോലീസ്മാൻ വിത്ത് റെസ്പെക്ട് ടു 0 കാണാൻ ദേ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഓരോ സെക്കൻഡിലും അവർ തമ്മിലുള്ള അകലം കൂടി വരികയാണ്. സോ വി ഹാവ് ടു വി ഹാവ് ടു ആഡ് ഇറ്റ്. ദാറ്റ് വിൽ ബി വെലോസിറ്റി ഓഫ് പോലീസ്മാൻ പ്ലസ് വെലോസിറ്റി ഓഫ് 0. അപ്പോൾ ഇവിടെ വരിക, ശരിക്കും ഇത് തിരിച്ചാണ് എഴുതേണ്ടത്. വെലോസിറ്റി ഓഫ് ബാഡ് ബോയ് മൈനസ് വെലോസിറ്റി ഓഫ് പോലീസ്മാൻ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എത്ര വരിക? വെലോസിറ്റി ഓഫ് ബാഡ് ബോയ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ വ്യത്യാസം, നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കാണാം, വെലോസിറ്റി ഓഫ് ബാഡ് ബോയ് ഇസ് 20 - 30 = -10. ഇവിടെ അവർ തമ്മിൽ ഈക്വൽ ആയിരിക്കും. 20 + 10 = 30. ഇവിടെ 30 + 10 = 40. ഇനി നേരെ മറിച്ചും പറയാം, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് പോലീസ്മാൻ വിത്ത് റെസ്പെക്ട് ടു ബാഡ് ബോയ് ഗ്യാങ്? ദാറ്റ് വിൽ ബി വെലോസിറ്റി ഓഫ് പോലീസ്മാൻ മൈനസ് വെലോസിറ്റി ഓഫ് ബാഡ് ബോയ്. That is equal to 30 - 20 = 10. That's it. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്തു ഇവിടെ 1-dimensional മോഷനിൽ എന്നുവെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഇത്രയേ മീനിങ് ഉള്ളൂ. എന്താ മീനിങ്? ഒരേ ഡയറക്ഷനിലാണ് ബോഡീസ് മൂവ് ചെയ്യണമെങ്കിൽ relative velocity will be the difference of the velocity. Opposite directionലാണ് bodies move ചെയ്യണമെങ്കിൽ relative velocity is equal to the sum of their velocities. വെറും velocity of a body എന്ന് പറഞ്ഞാൽ അത് velocity of the body with respect to ground ആണ്. റിലേറ്റീവ് വെലോസിറ്റി എന്ന ആശയത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ഒബ്ജക്റ്റും ഒബ്സർവറും രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോഴാണ്. So simple, right?
രസമായിട്ട് പഠിക്കുക, സിമ്പിളായിട്ട് പഠിക്കുക, താല്പര്യത്തോടെ പഠിക്കുക, അപ്ലൈ ചെയ്ത് പഠിക്കുക, വലിയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പഠിക്കുക, മിടുക്കരാവാം. ഓൾ ദ ബെസ്റ്റ്.